പത്തനംതിട്ട ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെ ആംബുലൻസുകളിൽ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമാണെന്ന ആക്ഷേപം ശക്തമാകുന്നു. 108 ആംബുലൻസിന്റെ സേവനം പലപ്പോഴും ലഭ്യമാകാത്തതും രോഗികളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ ആശുപത്രികളിൽ എത്തിക്കാൻ സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് നിർധനരായ രോഗികൾ. സ്വകാര്യ ആംബുലൻസുകളെ സഹായിക്കാനാണ് സർക്കാർ ആശുപത്രികളിലെ ആംബുലൻസുകളുടെ അറ്റകുറ്റപ്പണി നടത്താത്തതെന്നാണ് ആരോപണം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ജില്ലയായ പത്തനംതിട്ടയിലെ അടൂർ ജനറൽ ആശുപത്രിയിലെ ആംബുലൻസുകളുടെ അവസ്ഥയാണിത്. ആശുപത്രിയിലെ 5 ആംബുലൻസുകളും ഷെഡിൽ, ചെറിയ അറ്റകുറ്റപ്പണികൾ ഉള്ളവയും അപകടങ്ങളിൽ കേടുപാട് പറ്റിയവയും ഇക്കൂട്ടത്തിലുണ്ട്. അടൂരിനെ പോലെ വിശാലമായ ഒരു താലൂക്ക് ആസ്ഥാനത്ത് ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു സർക്കാർ ആശുപത്രിയാണ് അടൂർ താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. പക്ഷേ ഇങ്ങനെയുള്ള ഗുരുതരമായ അനാസ്ഥ കൊണ്ട് അടൂരിലെ രോഗികളായ പല ആളുകളും സ്വകാര്യ ആംബുലൻസ് ഭീമമായ തുക മുടക്കിയാണ് മറ്റുള്ള ആശുപത്രിയിലേക്ക് പോകുന്നത്. അടൂരിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ തിരുവനന്തപുരത്തേക്കോ പോകുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗിക്ക് ആ മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകേണ്ട ഗതികേടുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ സ്ഥിതിയും ഇതുതന്നെ. 4 ആംബുലൻസുകളാണ് ഇവിടെ ഉപയോഗിക്കാതെ മാറ്റിയിട്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ 3 ആംബുലൻസുകളും MP ഫണ്ടിൽ നിന്നുള്ള 1 ഇതിൽ ഉൾപ്പെടുന്നു. 5 ആംബുലൻസുകൾ ഉണ്ടായിരുന്ന റാന്നി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ 2 എണ്ണം മാത്രം. കോന്നി താലൂക്ക് ആശുപത്രിയിലാകട്ടെ ആംബുലൻസേ ഇല്ല. താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസാണ് ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിന് നൽകിയത്. കോന്നി മെഡിക്കൽ കോളേജിലും ആംബുലൻസ് സൗകര്യം പര്യാപ്തമല്ല. കോന്നിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് 97 കിലോമീറ്റർ ദൂരമുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാകട്ടെ 84 കിലോമീറ്ററും. സ്വകാര്യ ആംബുലൻസുകൾ വൻതുകയാണ് ഈടാക്കുന്നതെന്നാണ് പരാതി. 108ന്റെ സേവനം ആവശ്യപ്പെടുമ്പോൾ പലപ്പോഴും ആ വാഹനം മറ്റ് പല ആവശ്യങ്ങളുമായിട്ട് പോയിരിക്കുമായിരിക്കും. അടിയന്തരമായിട്ട് അന്നേരം ആശ്രയിക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെ ആംബുലൻസിനെയാണ്. പലപ്പോഴും തീരെ നിവൃത്തിയില്ലാത്ത ആൾക്കാരെയൊക്കെ ഞങ്ങൾ പൊതുപ്രവർത്തകരായിട്ടുള്ളവർ പണം പിരിച്ചൊക്കെയാണ് ഈ ആംബുലൻസുകാർ കൊടുക്കാറുള്ളത്. അപ്പോൾ ആംബുലൻസ് വേണം എന്നുള്ളത് നിരന്തരം ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. 108 ആംബുലൻസ് സൗകര്യം ഉണ്ടെങ്കിലും എപ്പോഴും ഇവ ലഭ്യമല്ല. സ്വകാര്യ ആംബുലൻസുകളെ സഹായിക്കാനാണ് സർക്കാർ ആശുപത്രികളിലെ ആംബുലൻസുകളുടെ അറ്റകുറ്റപ്പണി നടത്താത്തതെന്നാണ് ആരോപണം. നിരവധി തവണ ഈ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിലുമെല്ലാം പെടുത്തിയിട്ടും തീർത്തും മലംഭാവമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പും കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ സ്വകാര്യ ആംബുലൻസ് സംവിധാനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സർക്കാർ സംവിധാനം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ പരാതി. ഇവിടെ ഒരു രോഗിയെ പെട്ടെന്ന് ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്കോ മറ്റ് ഹോസ്പിറ്റലിലേക്കോ റെഫർ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ സ്വകാര്യ ഏജൻസികളെ വിളിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്തം ഇപ്പോൾ ഇവിടുത്തെ ജീവനക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ആംബുലൻസുകൾ പൊളിച്ചുമാറ്റാനായി ഉപേക്ഷിച്ചതാണെന്നും പുതിയ ആംബുലൻസുകൾക്ക് സർക്കാർ അനുമതി വേണമെന്നുമായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ വിശദീകരണം. സാധാരണക്കാരായ മനുഷ്യർക്ക് കൈത്താങ്ങാകേണ്ട സർക്കാർ ആശുപത്രികൾ, കട്ടപ്പുറത്തുള്ള ആംബുലൻസുകൾ, നമ്മുടെ ആരോഗ്യമേഖല വളരുമ്പോഴും ജില്ലയിലെ മെഡിക്കൽ കോളേജ് മുതൽ താലൂക്ക് ആശുപത്രികളിൽ വരെയുള്ള ആംബുലൻസുകളുടെ അവസ്ഥ ഇതാണ്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറാമാൻ അഫ്സൽ രാജിനോടൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.